ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നല്ലതുപോലെ വിളഞ്ഞു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ കളപ്പുരകൾ പൊളിച്ച് വിശാലമേറിയ കളപ്പുരകൾ പണിത് തൻ്റെ വിളവ് അതിൽ കൂട്ടിവെക്കും. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, ദീർഘനാളത്തേക്ക് എനിക്ക് വേണ്ടതെല്ലാമായി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദൈവം അദ്ദേഹത്തെ നോക്കി വെളിപ്പെടുത്തുന്നു, മൂടാ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകും എന്ന് പറയും. 21-ാമത്തെ വാക്യം, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു. ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ച് സ്വരുക്കൂട്ടിയാലും ദൈവം നിൻ്റെ പ്രാണനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതല്ല, ദൈവ വിഷയമായി സമ്പന്നരായിരിക്കണം. വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കണം, വിശുദ്ധിയിൽ സമ്പന്നരായിരിക്കണം, പ്രാർത്ഥനാ ജീവിതത്തിൽ സമ്പന്നരായിരിക്കണം, വിശ്വസ്തയോടെ നിൽക്കുന്നതിൽ സമ്പന്നരായിരിക്കണം, കർത്താവിൻ്റെ ആഴമായ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുന്നതിൽ, അത് പങ്കിടുന്നതിൽ സമ്പന്നരായിരിക്കണം. ഇന്നേ ദിവസം ദൈവം ആഗ്രഹിക്കുന്ന, ദൈവവചനം വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ സമ്പന്നരായിത്തീരുവാൻ, സ്വർഗീയ നിക്ഷേപമുള്ളവരായിത്തീരുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.